ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ടാണ്. അപ്പം ഇത് ഞാൻ ഇന്നലെ വരച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻറ്റ് ലൈനും ഇത് ഇന്നലെ വരച്ച ഒരു സപ്പോർട്ട് ലൈനും ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ് കിട്ടുന്നു. ഇന്നലെ ഞാൻ വരച്ച് ഞാൻ കാണിച്ചിരുന്നു. അപ്പം ബ്രേക്ക് ചെയ്യായിരുന്നു, മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു പുൾ ബാക്ക് എടുത്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ആയിരിക്കും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഈ റേഞ്ചിലാണ്. ഓപ്പണായി ബ്രേക്ക് ചെയ്തു. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്ക്, അതായത് നമുക്കൊരു കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ, നമുക്ക് ഈ ഒരു പുൾ ബാക്ക് റേഞ്ചിൽ നിന്ന് പുൾ ബാക്ക് എടുത്ത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു നല്ലൊരു ട്രിഗർ ക്യാൻഡിൽ അല്ലെങ്കിൽ എൻട്രി ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺഫേം ആയിട്ട് നമുക്ക് ഈ ഡൗൺ ട്രെൻഡിൽ കയറാൻ പറ്റും. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പുൾ ബാക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ അത് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്നും കൂടി അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു ഡൗൺ മൂവ് ഇന്ന് തന്നിരിക്കുന്നത്. അപ്പം ഒരു ഐഡിയൽ കണ്ടീഷനിലുള്ള ഒരു പുൾ ബാക്ക് തന്നെ ഈ ഒരു കേസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു 50 മിനിറ്റ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു ഡൗൺ വരെ ക്യാച്ച് ചെയ്യാൻ ഈസി ആയിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സെറ്റപ്പ് അനുസരിച്ച് അത് മാറും. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ട് അത് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പ് തന്നെ തന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 55,200ലാണ് ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ആവുന്നത്. അതാണ് 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ൻ്റെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. ഇനിയിപ്പം നിഫ്റ്റീൻ്റെ ഒരു 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഇന്ന് വളരെ നാരോ റേഞ്ചിലാണ് ഇന്ന് മൂവ്മെൻറ്റ് വന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ഓപ്പൺ ആയത് ഈ ഒരു റേഞ്ചിൽ ഓപ്പണായി. പക്ഷേ ഓപ്പണായി ഒരു ഫസ്റ്റ് ക്യാൻഡിൽ 50 മിനിറ്റ്സിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പിന്നെ നിന്നത് മുഴുവൻ ഈ ഒരു റേഞ്ചിലാണ്. നോക്കുകയാണെങ്കിൽ ഒരു 70 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 70-75 പോയിൻറ്റ്സ് ആണ് ഇന്ന് മോർണിംഗ് ഒരു 9:30 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നിന്നത് മുഴുവൻ ഈ ഒരു 70 പോയിൻറ്റ്സിൻ്റെ ഉള്ളിലാണ്. അപ്പം വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ച് ആയിരുന്നു. അപ്പം അതിനനുസരിച്ച് ട്രേഡ് എടുക്കുന്നവർക്ക് മാത്രമേ ഇന്ന് നല്ലൊരു മൂവ് ഇന്ന് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പം കറക്റ്റ് ഇന്നലെ ഞാൻ ഈ ഒരു ലൈൻ ഞാൻ വരച്ചിരുന്നു. വേണ്ടവർക്ക് ആ ലൈൻ കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു മെയിൻ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ലൈൻസ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു റേഞ്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇത് ഫസ്റ്റ് 50 മിനിറ്റ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് നിന്നത്. നമുക്കൊരു പുൾ ബാക്ക് കിട്ടി. ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ കേസ് നോക്കിയ പോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് കിട്ടി ഒരു പുൾ ബാക്ക് എടുത്തൊരു റിവേഴ്സിൽ നമുക്ക് ട്രൈ ഒരു ചെറിയൊരു പോയിന്റ് മാത്രമേ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു ലെവൽ വരെ പോയി അതിനുശേഷം ബയേഴ്സ് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി. ലാസ്റ്റ് ഒരു 50 മിനിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 o'clockൻ്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് നല്ല ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലായിട്ടൊരു ഇൻസൈഡ് ബാർ ആയിട്ടാണ്, വളരെ നാരോ റേഞ്ച് ആയിട്ടുള്ള ഒരു ഇൻസൈഡ് ബാർ ആയിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ ഏതൊക്കെയാണ് ലെവൽസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിഫ്റ്റിൻ്റെ ഡേ ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഇൻസൈഡ് ബാർ തന്നെയായിരുന്നു. വളരെ നാനോ റേഞ്ച് ആയിട്ടുള്ള ഒരു ഇൻസൈഡ് ബാർ ആയിട്ടാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ ക്യാൻഡിലാണെങ്കിലും ഇന്നത്തെ ക്യാൻഡിലാണെങ്കിൽ ഈ രണ്ട് ക്യാൻഡിലും വന്നിരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 1ൻ്റെ ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1-ാം തീയതിത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് 2ാമത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. 4-ാം തീയതിത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത് 4-ാം തീയതിത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് 5-ാം തീയതിത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഇവിടെ നല്ലൊരു ട്രെൻഡ് ഡൗൺ അടിച്ചുകൊണ്ട് വരുമ്പോൾ നല്ലൊരു ഡൗൺ മൂവ് ആയിരുന്നു. ആ ഡൗൺ മൂവ് ഒന്ന് പോസായി എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ബുള്ളിഷ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അപ്പം ഒരു ബുള്ളിഷ് സൈനൊന്നും നമുക്ക് ഇവിടുന്ന് കിട്ടാത്തത് കൊണ്ട് ഒരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ട് നമുക്ക് ഇതിനെ കാണാനും പറ്റില്ല. അപ്പം ഈ 2 ദിവസവും അതിന് മുമ്പത്തെ ദിവസത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് 2 ദിവസവും വന്നിരിക്കുന്നത്. അപ്പം ഇത് നല്ലൊരു മാർക്കറ്റ് ഇനി ഒരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ച്, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഓഗസ്റ്റ് 1-ാം തീയതി
ഇന്നത്തെ ക്യാൻഡിലിൽ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ക്രോസ് ചെയ്താൽ മാത്രമേ ഇനിയൊരു ഫർദർ മൂവ് ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിപ്പോൾ നാളെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂവ് ഉണ്ടാവും. കാരണം 2 ദിവസവും നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പം ഇതാണ് നിഫ്റ്റീൻ്റെ ഒരു ഡേ ക്യാൻഡിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റുക. അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ അടിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റീൻ്റെ ഇത് ചാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ തന്നെയാണ്. ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും നല്ല ബെയറിഷ് ആയിട്ട് തന്നെയാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ച്, അപ്പം ഇവിടുത്തെ ഒരു ചെറിയൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു ഈ ഒരു റേഞ്ച്. ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു ഒരു ബെയറിഷായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഉള്ളതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് ഡേറ്റാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് 55,619.35 മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 56,000 ആണ്. ഇപ്പോൾ PCR എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിൽ ലെസ് ദാൻ 1 ആണ്. അതിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് ഉള്ളതെന്ന് മനസ്സിലാവും. ഹൈയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 56,000 പുട്ട് OI വന്നിരിക്കുന്നത് 55,000, കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 55,500, പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 55,300. ഇതും നമുക്ക് ചാർട്ടിലെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെയായിരിക്കും മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ലൈൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻ എന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ലോ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് 55,200 എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് സോണാണ്. അതൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് നമുക്ക് ഈ 55,200 നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു മെയിൻ സപ്പോർട്ട് സോൺ വരുന്നത് ഒരു റൗണ്ട് ലെവലായിട്ടുള്ള ഒരു 55,500 ആണ്. അപ്പം 55,000 ആണ്. അപ്പോൾ 55,000 ആണ് അടുത്ത ഒരു റൗണ്ട് ലെവലാണ്. മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നതും 55,000 തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത് ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ ഒരു റേഞ്ചാണ്. അതായത് 55,500 ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. ഇനി അത് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ കഴിഞ്ഞ് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഒരു 55,700 നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഇപ്പം ഓവറോൾ നോക്കുകയാണ്. ഇപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡ് ഒരു അപ്പ് ട്രെൻഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോങ് എന്നുള്ളൊരു സെറ്റപ്പ് എങ്കിലും വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യണം. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ ഇവിടെയെല്ലാം എൻട്രി എടുത്തിരിക്കുന്നവരുടെ അല്ലെങ്കിൽ SL ഹിറ്റായി നമുക്ക് ഇവിടുന്ന് നല്ലൊരു ഷോർട്ട് റാലി എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ഏരിയ വരെ ശരിക്കും ഇപ്പം നല്ല ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അപ്പം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബയേഴ്സ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പോസായി മാർക്കറ്റ് ഒന്ന് പോസായി അല്ലെങ്കിൽ റിവേഴ്സ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അപ്പം ഇവിടെ ഇതൊക്കെയാണ് ഇന്ന് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് താഴെ പോയി, പക്ഷേ ഈ 55,200 താഴേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ബൗൺസ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസായി ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അറൗണ്ട് 300 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ നല്ല നമുക്ക് 1 മിനിറ്റിലും 3 മിനിറ്റിലൊക്കെ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഈ റേഞ്ചിൽ തന്നെ നല്ല എൻട്രീസൊക്കെ കിട്ടും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ചിൽ വന്ന് ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ഇപ്പം ഇവിടെ റിജക്ഷൻ വന്നു, ഇപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ക്യാൻഡിലൊക്കെ നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് വരെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ഷൻ വരികയാണെങ്കിലും നമുക്ക് ഷോർട്ട് നോക്കാനും പറ്റുന്ന സെറ്റപ്പാണ്. ഇപ്പം നല്ല ലോങ് ഒരു സ്വിംഗ് ട്രേഡൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നതും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. അപ്പം ഈ രണ്ട് റേഞ്ചും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടുക.
അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റേഞ്ചിൽ ഒരു പുൾ ബാക്കൊക്കെ കിട്ടി താഴേക്ക് പോവുകയാണെങ്കിലും നമുക്ക് ഒരു ഷോർട്ടും ട്രൈ ചെയ്യാം. അപ്പം ഈ ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ട്രേഡ് എടുക്കാം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത ഷോർട്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ ലോങ് ആണെങ്കിൽ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് വേണം ട്രേഡ് എടുക്കാൻ. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മെയിൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു 5700 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു മൂവ് നമുക്ക് മുകളിലേക്കാണെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെവൽസ് വരുന്നത്. ഇനിയിപ്പം നമ്മൾ നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ 50 മിനിറ്റ്സ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റീൻ്റെ മെയിനായിട്ടുള്ള ലെവൽസ് വരുന്നത് 24,700 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണും 24,600 എന്ന് പറയുന്നൊരു സപ്പോർട്ട് സോണും ഈ 24,600ൽ അതുപോലെ തന്നെ നല്ല കോൾ റേറ്റിംഗ് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ കോൾ റേറ്റിംഗ് ഈ 24,600ലും ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ OI ചേഞ്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതും ഈ 24,600 തന്നെയാണ്. അപ്പോൾ 24,600 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ 24,600 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ. ഇപ്പോൾ ഇന്നത്തെ ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത് ഈ 24,600 ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് ഇന്നലത്തെ ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ ആ 2 ദിവസത്തെ ഞാൻ പറഞ്ഞു 2 ദിവസത്തെ ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ബാർ വന്നിരിക്കുന്നത് 1-ാം തീയതിത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ 1-ാം തീയതി ആ ഒരു റേഞ്ചാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാരണം 2 ദിവസത്തെ ഇപ്പോൾ 4-ാം തീയതി ആണെങ്കിലും ഇന്ന് 5-ാം തീയതി ആണെങ്കിലും നിന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ് നമുക്ക് താഴേക്ക് കിട്ടും. അപ്പം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഇന്നത്തെ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ വന്നിരിക്കുന്ന ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ലെവലാണ് അടുത്തൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ സപ്പോർട്ട് സോൺ ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ. ഇതാണ് ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. അപ്പം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ട ഏരിയ ആണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. കാരണം വളരെ നാരോ ആയിട്ടുള്ള റേഞ്ചാണ്. ഒരു 70 പോയിൻറ്റ്സ് നിഫ്റ്റിയിലുള്ളൂ. അപ്പം 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ നല്ല ഒരു ട്രേഡ് എസ്പെഷ്യലി ബൈയിങ്. ഇപ്പോൾ സെല്ലിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, DK ഒക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. പക്ഷേ ബൈയിങ് ചെയ്യുന്നവർക്ക് അവിടെ വളരെ ഒരു നാരോ റേഞ്ചാണ്. അപ്പം അങ്ങനെയുള്ള ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇനിയിപ്പം ലോങ് പോവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ലോങ് പോവുകയാണെങ്കിലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്കാണെങ്കിലും നല്ല ഒരു എൻട്രി കിട്ടുകയുള്ളൂ. ഇപ്പം താഴേക്കാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞു താഴേക്ക് ഇപ്പം മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയാലും ഇവിടെ 2 ദിവസത്തെ അതായത് ഇന്നലത്തെയും ഇന്നത്തെയും മാർക്കറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം താഴേക്ക് ഷോർട്ട് നോക്കുക. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഈ ഒരു താഴേക്ക് ഷോർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഷോർട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ഷോർട്ട് നോക്കാം. പക്ഷേ നല്ലൊരു ഷോർട്ട് നോക്കണമെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത ഒരു കൺഫർമേഷൻ ഒരു പുൾ ബാക്ക് ഒന്ന് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അതുപോലെ തന്നെ മുകളിലേക്കാണെങ്കിൽ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തിട്ട് ശേഷം മാത്രം ഒരു ലോങ് നോക്കുക. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിലോ എക്സിറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ട്രേഡ്സ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് വേണം ട്രേഡ്സ് പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെവൽസ് വരുന്നത്. താങ്ക് യു.